നമസ്കാരം, തേട ന്യൂസിലേക്ക് സ്വാഗതം. KSEBയിൽ പരാതി നൽകിയിട്ടും നിശ്ചിത സമയത്തിനുള്ളിൽ വൈദ്യുതി ലഭിച്ചില്ലെങ്കിൽ ഇനി ഉപഭോക്താവിന് നഷ്ടപരിഹാരം ലഭിക്കും. വൈദ്യുതി സേവനങ്ങളുടെ നിലവാരം ഉയർത്തുവാനും ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ ശക്തമാക്കുവാനും ലക്ഷ്യമിട്ട പുതിയ ഭേദഗതി കൊണ്ടുവന്നിരിക്കുകയാണ് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ. പുതിയ ഭേദഗതി പ്രകാരം പരാതി നൽകിയ ശേഷം നിശ്ചിത സമയപരിധിക്കുള്ളിൽ വൈദ്യുതി ലഭ്യമാക്കാത്ത പക്ഷം ഉപഭോക്താവിന് 100 രൂപ നഷ്ടപരിഹാരം നൽകണം. ഈ തുക ഉപഭോക്താവിന്റെ അടുത്ത വൈദ്യുതി ബില്ലിൽ സ്വയം ഇളവ് ചെയ്യപ്പെടും. ഇതിനായി ഉപഭോക്താവ് പ്രത്യേകം അപേക്ഷ നൽകേണ്ടതില്ല എന്നതാണ് പ്രത്യേകത. വോൾട്ടേജ് വ്യതിയാനവുമായി ബന്ധപ്പെട്ട പരാതികളിലും ഇനി കൂടുതൽ കർശന നടപടികളാണ് വരുന്നത്. മുമ്പ് ഇത്തരം പരാതികൾ പരിഹരിക്കാതിരുന്നാൽ നൽകേണ്ട നഷ്ടപരിഹാര തുക വെറും 25 രൂപ മാത്രമായിരുന്നു. എന്നാൽ പുതിയ ഭേദഗതിയോടെ അത് 200 രൂപയായി ഉയർത്തിയിരിക്കുകയാണ്. ഇതിലൂടെ ഉപഭോക്താക്കളുടെ പ്രശ്നങ്ങൾ വേഗത്തിൽ പരിഹരിക്കുവാൻ വൈദ്യുതി വിതരണ കമ്പനികൾക്ക് കൂടുതൽ ഉത്തരവാദിത്തം നൽകുകയാണ് ലക്ഷ്യം. KSEB പോലുള്ള വൈദ്യുതി വിതരണ സ്ഥാപനങ്ങൾ ഉപഭോക്താക്കൾക്ക് നൽകേണ്ട സേവനങ്ങൾക്ക് വ്യക്തമായ സമയപരിധി നിശ്ചയിക്കുകയും ആ സമയപരിധി പാലിക്കാത്ത പക്ഷം നഷ്ടപരിഹാരം നൽകുകയും ചെയ്യണമെന്നതാണ് പുതിയ ചട്ടത്തിന്റെ അടിസ്ഥാന തത്വം. ചില സേവനങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന സമയപരിധിയും ഇപ്പോൾ കുറച്ചിട്ടുണ്ട്. അതിനു പുറമെ സംസ്ഥാനത്ത് 24 മണിക്കൂറും തടസ്സമില്ലാത്ത വൈദ്യുതി വിതരണം ഉറപ്പാക്കുവാൻ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ KSEBക്ക് പ്രത്യേക നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. ഡീസൽ ജനറേറ്ററുകളെ ആശ്രയിക്കുന്ന രീതികൾ കുറച്ച് ശുദ്ധമായ ഊർജ്ജകരുതൽ സംവിധാനങ്ങളിലേക്ക് മാറാനുള്ള പദ്ധതിയും തയ്യാറാക്കണമെന്ന നിർദ്ദേശമുണ്ട്. ഉപഭോക്താക്കൾക്ക് കൂടുതൽ സുതാര്യമായ സേവനം ഉറപ്പാക്കുന്നതിനായി പരാതികൾ നൽകുവാനും അവയുടെ നിലവിലെ സ്ഥിതി അറിയുവാനും സഹായിക്കുന്ന പ്രത്യേക ഓൺലൈൻ പോർട്ടലും ഉടൻ ആരംഭിക്കും. ഈ പോർട്ടലുകൾ വഴി നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്നതും കൂടുതൽ എളുപ്പമാകും. വൈദ്യുതി സേവനങ്ങളിൽ കൂടുതൽ ഉത്തരവാദിത്വവും സുതാര്യതയും ഉറപ്പാക്കുവാൻ ലക്ഷ്യമാക്കിയുള്ള ഈ പുതിയ ഭേദഗതി കേരളത്തിലെ വൈദ്യുത ഉപഭോക്താക്കൾക്ക് വലിയ ആശ്വാസമാകുമെന്നതാണ് വിലയിരുത്തൽ.